ഹായ് ഹലോ പ്രീതാസ് വ്ലോഗിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നുവെന്ന് കരുതുന്നു. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും ഉച്ചയൂണൊക്കെ കഴിഞ്ഞ് റെസ്റ്റ് എടുക്കുന്ന സമയമായിരിക്കും അല്ലേ? ഞാനിന്ന് പറയാൻ പോകുന്നത് കഴിഞ്ഞ ദിവസം SK-Net40 എന്നൊരു പരിപാടി 24 ന്യൂസ് ചാനലിൽ നടക്കുന്നുണ്ട്. അതിൽ ശ്രീകണ്ഠൻ നായരുടെ മാധ്യമരംഗത്തെ പ്രവർത്തനത്തിൽ 40 വർഷം പൂർത്തിയാകുന്നതിനോടനുബന്ധിച്ചിട്ടുള്ള ഒരു ക്യാമ്പയിൻ നടക്കുന്നുണ്ട്. ലഹളയ്ക്കെതിരെയായിട്ടാണ് അദ്ദേഹം 14 ജില്ലകളിലൂടെ ഇങ്ങനെ സഞ്ചരിച്ച് ഒരു ക്യാമ്പയിൻ നടക്കുകയാണ്. അങ്ങനെ കഴിഞ്ഞ ദിവസം കൊല്ലം ജില്ലയിലൂടെ ആയിരുന്നു പര്യടനം. അപ്പോൾ നമ്മൾ TV-യിൽ ഇതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓരോ സ്കൂളുകളിലും ഓരോ കോളേജുകളിലും അതുപോലെ ജംഗ്ഷനുകളിലും ഒക്കെ അദ്ദേഹം ഇറങ്ങി എല്ലാ ആൾക്കാരുമായിട്ട് സംസാരിക്കുകയും ലഹരിക്കെതിരെ പോരാടണമെന്ന് കുട്ടികളെ കൊണ്ട് പ്രതിജ്ഞ ചെയ്യിപ്പിക്കുകയും ഒക്കെ ചെയ്തു പോകുന്ന ഒരു പരിപാടിയാണ്. 14 ജില്ലകളിലൂടെ അദ്ദേഹം പോകുന്നുണ്ട്. അങ്ങനെ ഇന്നലെ അങ്ങനെ പോകുന്ന വഴിക്ക് ഒരു ജംഗ്ഷനിൽ ഇങ്ങനെ കൂട്ടം കൂടി നിന്ന് ആ കുട്ടികളുടെ ഇടയിൽ നിന്ന് അദ്ദേഹം പറഞ്ഞു, ഞാനിപ്പോൾ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം പറയുകയാണെങ്കിൽ ഈ കപ്പ് സമ്മാനമായി നൽകും എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഫോട്ടോയൊക്കെ ഉള്ളൊരു കപ്പ്. അപ്പോൾ അത് ചോദ്യം കേൾക്കാൻ വേണ്ടി ആൾക്കാരിങ്ങനെ നിൽക്കുകയാണ്. അതിൽ അദ്ദേഹം ചോദിച്ചത് 2 പെൺകുട്ടികൾ, ഒന്ന് ഒരു SBIയിൽ ജോലിയുള്ളൊരു കുട്ടി, അല്ലാതെ ഒരു കുട്ടി. അവരോട് ചോദിച്ചു, നിങ്ങളുടെ വീട്ടിൻ്റെ ഇടതുവശത്തൂടെ പോകുമ്പോൾ 3-ാമത്തെ വീട്ടിൽ താമസിക്കുന്നത് ആരാണ് എന്ന് പറയാമെങ്കിൽ ഈ കപ്പ് നിങ്ങൾക്ക് തരും സമ്മാനമായിട്ടെന്ന് പറഞ്ഞു. ആദ്യത്തെ കുട്ടി കുറേ സമയം ഇങ്ങനെ തല പുകഞ്ഞ് ആലോചിച്ചിട്ടും ആ കുട്ടിയുടെ വീട്ടിൻ്റെ 3-ാമത്തെ വീട്ടിലാരാ താമസിക്കുന്നത് എന്ന് പറയാൻ ആ കുട്ടിക്ക് അറിയത്തില്ല. 2-ാമത്തെ കുട്ടി ആ സമയം കൊണ്ട് ആലോചിച്ച് ഉത്തരം കണ്ടെത്തി. വലിയ നമ്മുടെ ഒരു കൊച്ചുകുട്ടികളല്ല, 10, 20, 22 വയസ്സ്, 10, 25 വയസ്സൊക്കെ ഉള്ള 2 പെൺകുട്ടികളായിരുന്നു. ആ കുട്ടി പറഞ്ഞു ആ വീട്ടിൽ താമസിക്കുന്ന ഇന്ന ആളാണെന്ന് പറഞ്ഞ് അത് പേര് പറയാൻ പറഞ്ഞ് പേരും പറഞ്ഞു. അങ്ങനെ കപ്പ് സമ്മാനമായിട്ട് കൊടുക്കുകയും ചെയ്തു. അപ്പോൾ ഞാൻ ആലോചിച്ചത്, ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും അയൽപ്പക്കങ്ങൾ ആരാ താമസിക്കുന്നതെന്ന് അറിയത്തില്ലാത്ത ഒരവസ്ഥ. അത് അദ്ദേഹവും പറഞ്ഞു, ഈ അയൽപ്പക്ക ബന്ധം ഇല്ലാതായതോടുകൂടിയാണ് ഇത്രയും ലഹരിയും ലഹളയും ഒക്കെ വന്നത് എന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. ഇപ്പോഴത്തെ ആൾക്കാർക്കൊന്നും ഈ അയൽപ്പക്കത്ത് ആരാ താമസിക്കുന്നതെന്ന് അറിയേണ്ട കാര്യമില്ല, അവർക്ക് അത് അറിയുകയും വേണ്ട. അതാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യം. തൊട്ടപ്പുറത്തെ വീട്ടിൽ താമസിക്കുന്ന ആരാണെന്ന് നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ പോലും ആർക്കും അറിയത്തില്ല. അതേസമയം നമ്മുടെയൊക്കെ ആ പഴയ കാലഘട്ടത്തിൽ ആ പഞ്ചായത്തിൽ താമസിക്കുന്ന എല്ലാ വീട്ടുകാരെയും, അത് മിക്കവാറും ഓരോരോ കുടുംബക്കാരായിരിക്കും, ആ കുടുംബക്കാരെയും അവരുടെ മക്കളെയും അവരുടെ മക്കൾ വീട് വെച്ച് താമസിക്കുന്നതും ഒക്കെ ആയിരിക്കും. അപ്പോൾ നമുക്ക് അവരെ എല്ലാം അറിയുകയും ചെയ്യാം. ഇപ്പോൾ ഏതെങ്കിലും ഒരു കുട്ടി ഒരു തെറ്റായ വഴിയിൽ കൂടെ പോയാൽ തന്നെയും ആ അയൽപ്പക്കത്തിലുള്ള ആൾ അത് കാണുകയാണെങ്കിൽ ഇന്നയാളുടെ മകനോ മകളോ ആണ് ഈ പോകുന്നത്, അത് തെറ്റായ വഴിയിലൂടെയാണെന്ന് നമ്മുടെ വീട്ടിൽ വന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം അന്നുള്ള ആൾക്കാർക്കുണ്ടായിരുന്നു. ഇപ്പോഴാരെങ്കിലും അങ്ങനെ ഒരു തെറ്റ് കണ്ടിട്ട് നമ്മൾ ആ വീട്ടിൽ പോയി പറയുകയാണെങ്കിൽ എന്തായിരിക്കും പുകിലെന്ന് പറയണോ? എൻ്റെ മകനെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞു, എൻ്റെ മകളെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞു, ഞങ്ങളുടെ കുട്ടി അങ്ങനെ പോകുന്ന കുട്ടിയല്ല, ഇത് അവർ വന്ന് ഇങ്ങനെ പറഞ്ഞ എന്താ ആവശ്യത്തിന്, അല്ലെങ്കിൽ ആ കുട്ടി വന്ന് വേണമെങ്കിൽ നമ്മളെ ചീത്ത വിളിക്കും. അത് പേടിച്ച് ഇപ്പം ഉള്ളവരെ പറയാനും പോകത്തില്ല, കണ്ടാലും അതറിയാത്ത ഭാഗത്തിൽ നടക്കത്തേ ഉള്ളൂ. അങ്ങനൊരു വ്യത്യാസം വന്നിട്ടുണ്ട്. പഴയ ഗ്രാമങ്ങളിൽ ഇപ്പോൾ ഇവിടെയൊക്കെ ഗ്രാമങ്ങളാണ്, നമുക്കിപ്പോൾ അടുത്തുള്ള വീടുകളൊക്കെ ആരാണെന്ന് നമ്മുടെ തലമുറയിലുള്ള ആൾക്കാർക്കൊക്കെ അറിയാൻ പറ്റും. അത് കഴിഞ്ഞ് എൻ്റെ മക്കൾക്കൊന്നും അറിയത്തില്ല. അതിൽ മോന് കുറച്ചൊക്കെ അറിയാം, മോൾക്ക് ഇപ്പോൾ ഒരു 3-4 വീട് അപ്പുറത്തോട്ട് പോയി ആരാ താമസിക്കുന്നതെന്ന് വെച്ചാൽ അവൾക്കറിയത്തില്ല. അതൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്ത് അറിയുന്നെങ്കിലേ ഉള്ളൂ. അങ്ങനെയാണ് എൻ്റെ കുട്ടികളുടെ പോലും കാര്യം. അവർക്ക് അറിയണ്ട, പിന്നെന്തിനാ നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട കാര്യം? താല്പര്യമില്ല അവർക്ക്. അവരുടെ മൊബൈലും ഒരു ജോലിയും അവരുടെ കാര്യങ്ങളുമായി, അവരുടെ കൂട്ടുകാർ, അവരുടെ ഫ്രണ്ട്സ്, അവരുടെ കാര്യങ്ങൾ, ഇത്രയൊക്കെ അവർക്ക് അറിഞ്ഞാൽ മതി. നമ്മുടെ അയൽപ്പക്കത്തുള്ള കാര്യങ്ങളൊന്നും അവർക്ക് അറിയുകയും വേണ്ട, പറയുകയും വേണ്ട, കേൾക്കുകയും വേണ്ട. പണ്ടൊക്കെ ഒരു കല്യാണമോ ഒരു മരണമോ ഒക്കെ വന്നു കഴിഞ്ഞാൽ ആദ്യം അയൽപ്പക്കത്തിലുള്ള ആൾക്കാർ ഓടി വരുന്ന അവരാണ് എല്ലാ കാര്യത്തിലും മുന്നിട്ട് നിൽക്കുകയും നമ്മളെ സഹായിക്കുകയും ഒക്കെ ചെയ്യുന്നത്. പിന്നീട് ബന്ധുക്കൾ പോലും വരാറുള്ളൂ. എന്ത് ആപത്ത് വന്നാലും ആദ്യം ഓടി വരുന്നത് നമ്മുടെ അയൽപ്പക്കത്തുള്ളവരായിരുന്നു. അയൽപ്പക്ക സ്നേഹം അന്ന് വളരെ വലുതാണ്. ഇങ്ങേറ്റം വാടകയ്ക്ക് താമസിക്കുന്ന ആൾക്കാർ പോലും പോകുമ്പോൾ നമുക്ക് എന്തോ ഒരു വിഷമമായിരുന്നു പണ്ടൊക്കെ. തൊട്ടപ്പുറത്ത് താമസിക്കുന്ന വീട്ടുകാരൊക്കെ ഒരു 6, 7, 10 വർഷമൊക്കെ വാടകയ്ക്ക് താമസിച്ചിട്ട് അവർ വേറെ വീട് വെച്ചോ അവരുടെ സ്ഥലത്തോട്ടോ മാറിപ്പോകുമ്പോൾ നമുക്ക് മാത്രം മനപ്രയാസവും വേദനയും ഉണ്ടായിട്ടുണ്ട്.
പിന്നെ ഇപ്പോഴങ്ങനൊന്നും ഇല്ല. ഇപ്പം അയൽപ്പക്കത്ത് ആരാ വന്ന് താമസിക്കുന്നത്, വാടകയ്ക്ക് ആരാ താമസിക്കുന്നത് ഒന്നും ആർക്കും അറിയുകയും വേണ്ട. സ്വന്തം ബന്ധുക്കളെ പോലും അറിയുന്നില്ല, പിന്നെ അയൽപ്പക്കത്തുള്ളവർ. അങ്ങനെ ഒരു കാലഘട്ടമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് ഞാൻ പറയുകയായിരുന്നു. അപ്പോൾ ആ കുട്ടിയോട് ചോദിച്ചപ്പോൾ ആ കുട്ടിക്ക് അവരുടെ വീടിൻ്റെ ഇടത്തോട്ട് തിരിയുമ്പോൾ മൂന്നാമത്തെ വീട്ടിൽ താമസിക്കുന്ന ആരാണെന്നാണ് ശ്രീകണ്ഠൻ നായർ ചോദിച്ചത്. അതിൻ്റെ ഉത്തരം ആ കുട്ടിക്ക് അറിയത്തില്ലായിരുന്നു. അപ്പോൾ അതിനൊരു 10-25 വയസ്സ് കൂടുതലുള്ളൊരു കുട്ടിയാണ്. അന്നേരം ആ കുട്ടിക്ക് പോലും അറിയത്തില്ലെങ്കിൽ പിന്നെ പുതിയ തലമുറയിലെ കുട്ടികളുടെ കാര്യം പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പോൾ കൂടുതൽ കുട്ടികൾ ഈ ലഹരിക്കും ലഹളയ്ക്കും ഒക്കെ വഴിപ്പെടുന്നതിൻ്റെ മെയിൻ കാര്യം ഇതാണ്. സൗഹൃദങ്ങളില്ല, സ്നേഹങ്ങളില്ല. അതുപോലെ പണ്ടൊക്കെ ക്ലബ്ബൊക്കെ ഉണ്ടായിരുന്നു. ക്ലബ്ബിലൊക്കെ പോയി എല്ലാ കുട്ടികളും കൂടി ഇരുന്ന് കളിക്കുകയും ഓണമൊക്കെ വരുമ്പോൾ അതിനൊരു കളി, വൈകിട്ട് പന്ത് കളി എല്ലാം ഉണ്ടായിരുന്നു. ഇപ്പം പന്ത് കളിയില്ല, ഒന്നുമില്ല. പിള്ളേരെ രാവിലെ സ്കൂൾ വാനിൽ കയറ്റി വിടും. അത് കഴിഞ്ഞ് സ്കൂളിൽ നിന്ന് ഇറങ്ങി വാനി കയറ്റി വിടും. അത് കഴിഞ്ഞ് സ്കൂളിൽ പോകും. അത് കഴിഞ്ഞ് വീണ്ടും വാനി കയറും, വീട്ടിൽ വരും, മൊബൈൽ എടുക്കും, കുത്തും. പിന്നെ അല്ലെങ്കിൽ മൊബൈൽ കളിച്ചുകൊണ്ട് ചോറ് വാരി കൊടുക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും സ്നാക്സ് തിന്നാൻ കൊടുക്കും. കുട്ടികളുടെ ലോകം അതിനകത്തായിപ്പോയി. അതുപോലെ ഒരുപാട് വിഷമങ്ങളും ഇപ്പോഴത്തെ കുട്ടികളുടെ രക്ഷകർത്താക്കളും അനുഭവിക്കുന്നുണ്ട്. ഈ കുട്ടികൾക്ക് ആരോടും ഒരു സ്നേഹമില്ല. അച്ഛനോടും അമ്മയോടും ഇല്ല, അമ്മമ്മയുടെ അപ്പൂപ്പൻ്റെ കൂടെയും ഇല്ല, വീട്ടിലുള്ളവരോടും ഇല്ല, നാട്ടിലുള്ളവരോടും ഇല്ലാത്തൊരവസ്ഥയാണ്. ഇപ്പോഴത്തെ കാലഘട്ടം അങ്ങനെയായി മാറിയിരിക്കുകയാണ്. എനിക്ക് തോന്നിയതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഇതൊക്കെ അങ്ങ് പറയുകയാണ്. പണ്ടുള്ളായിരുന്ന അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം മുട്ടിയ ഒരു വീട്ടിൽ എന്തെങ്കിലും പെട്ടെന്ന് പഞ്ചസാര ഇല്ല, അല്ലെങ്കിൽ പെട്ടെന്ന് എന്തെങ്കിലും ഒന്ന് ആവശ്യം വന്നു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ അയൽവക്കത്തോട്ട് ഒറ്റ ഓട്ടോ, അവിടെ ആളില്ലെങ്കിലും പോയി എടുത്തുകൊണ്ടെങ്കിൽ വരിക. അങ്ങനെ ഒരു സ്നേഹം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇവിടെ എൻ്റെ അമ്മയൊക്കെ പറയുന്ന കേൾക്കാം, ഒരു സാരി ഉണ്ടെങ്കിൽ അത് ആ വീട്ടിൽ കല്യാണത്തിന് പോകാൻ എത്ര വീട്ടുകളിൽ അവരൊക്കെ വന്ന് മാറി മാറി ഉടുത്തുകൊണ്ടങ്ങ് പോകും. ഒരു സാരിയെ കാണും, അതെല്ലാവരും മാറി മാറി ആ കല്യാണത്തിന് കൊടുത്ത ആൾ മറ്റേ അപ്പുറത്തെ വീട്ടിലെ ചേച്ചി എടുത്ത് കൊടുക്കും, അതിൻ്റെ അപ്പുറത്തെ വീട്ടിലെ ചേച്ചി കൊടുക്കും. അന്ന് അത് എല്ലാവർക്കും ബുദ്ധിമുട്ടാണ്, സാരിക്കും ആഭരണത്തിനുമൊക്കെ. അതുപോലെ മാല, വള, കല്യാണത്തിനൊക്കെ പോകുമ്പോൾ അങ്ങോട്ട് പോയി ചോദിച്ച് മേടിച്ച് കയ്യിലിട്ടുകൊണ്ട് പോകുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇപ്പോൾ ആരെങ്കിലും ചോദിക്കുന്നു, ആർക്കെങ്കിലും വേണോ? ആർക്കും വേണ്ട. എല്ലാവരുടെ കയ്യിലും മാലയും വളയും സാരിയൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. അതുകൊണ്ട് ആർക്കും അതിൻ്റെ ആവശ്യമില്ല. അയൽപക്കത്ത് എന്താവശ്യങ്ങളുണ്ടെങ്കിലും എന്ത് സാധനം മുട്ടിയാലും നമ്മൾ ഓടി അയൽപക്കത്തോട്ടാണ് പോകുന്നത്. അതുപോലെ അയൽപക്കക്കാർക്കൊരു വിഷമം ഉണ്ടായാൽ അത് നമ്മുടെ വീട്ടിലെ ഒരു വിഷമമായിട്ട് കണ്ട് നമ്മളത് വളരെ സങ്കടത്തോടെ അയ്യോ അങ്ങനെ വന്നല്ലോ എന്ന്, നമ്മുടെ വീട്ടിൽ ഒരാൾക്ക് എന്തോ സംഭവിക്കുന്ന പോലെ ആയിരുന്നു അയൽപക്കത്ത് ഒരാൾക്ക് എന്തെങ്കിലും ഒരു അസുഖമോ എന്തെങ്കിലും ഒന്ന് വന്നു കഴിഞ്ഞാൽ. ഇപ്പോൾ അതുമില്ല. പണ്ട് നഗരങ്ങളിലൊക്കെ, ഇപ്പോൾ തിരുവനന്തപുരം അതേപോലെ പട്ടണങ്ങളിലൊക്കെ അയൽപക്കമായിട്ട് യാതൊരു ബന്ധം ഇല്ലാതെ കണ്ടിട്ടുണ്ട്. എന്ന് വെച്ചാൽ തൊട്ടപ്പുറത്തേക്ക് ആരൊക്കെ വന്ന് താമസിക്കുന്നു, മാറിപ്പോകുന്നു, അവരുമായിട്ട് നമ്മളധികം സൗഹൃദം വെക്കാൻ പോകത്തില്ല. നാട്ടിൻപുറങ്ങളിലാകുമ്പോൾ പഴയ കുടുംബക്കാർ, പഴയ ആൾക്കാർ എന്ന് നമ്മൾ കണ്ടിട്ടുള്ളവർ, ജനിച്ച് വളർന്നവർ, അമ്മൂമ്മ അപ്പൂപ്പൻ മുതൽ അവരെ അറിയുന്നവർ, അങ്ങനെയൊക്കെ ഒരു കാലഘട്ടമായിരുന്നുകൊണ്ട് എല്ലാ വീട്ടിലെ ആൾക്കാരെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവർക്കും അറിയാമായിരുന്നു. ഇപ്പം അങ്ങനെയില്ല. പുതിയ താമസക്കാർ ഒരുപാട് വന്നിട്ടുണ്ട്, അത് സത്യമാണ്. പല നാട്ടിൽ നിന്ന് വന്ന് താമസിക്കുന്നവരുമായിട്ട് നമ്മളിപ്പോൾ അധികം സൗഹൃദം സൂക്ഷിക്കാത്തതായിരിക്കും നല്ലത്. എങ്ങനെ വന്ന് താമസിക്കുന്ന ആൾക്കാരാണെന്ന് നമുക്കറിയത്തില്ലല്ലോ. അങ്ങനെയുണ്ട്. എങ്കിലും പഴയ ആൾക്കാരുമായിട്ടോ പഴയ അയൽപ്പക്ക ബന്ധങ്ങളോ ഒന്നും ഇപ്പോഴില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ കാണുമ്പോൾ ശരിക്കും വർത്തമാനം പറയും, അത്രയേ ഉള്ളൂ. അല്ലാതെ ഒരു ആത്മാർത്ഥമായിട്ടുള്ള സൗഹൃദമൊന്നും കാണുന്നില്ല. പിന്നെ നമ്മുടെ ഈ പ്രായത്തിലുള്ള കുറച്ച് ആൾക്കാർക്ക് മാത്രം ആ പഴയ സ്നേഹം നിർത്തി പോരുന്നുണ്ട്. അടുത്ത തലമുറയ്ക്കൊന്നും അതൊന്നുമില്ല. അതിന് ഉത്തമ ഉദാഹരണമാണ് ഇന്നലെ ആ ശ്രീകണ്ഠൻ നായരുടെ ചോദ്യവും അതിന് ആ കുട്ടി മറുപടി പറയാനതും എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് കണ്ടപ്പോൾ എനിക്ക് ആ പഴയ അയൽപ്പക്ക സ്നേഹത്തെക്കുറിച്ചും ഇപ്പോഴുണ്ടായിരിക്കുന്ന ആ മാറ്റത്തെക്കുറിച്ചൊക്കെ കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾക്കും ഇങ്ങനെയൊക്കെയല്ലേ തോന്നുന്നത്? ഇതിലെന്തെങ്കിലുമൊക്കെ മാറ്റം നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇപ്പോഴും അയൽപ്പക്ക സ്നേഹം കാത്തു സൂക്ഷിക്കുന്ന ആൾക്കാരുണ്ട്, ഇല്ലെന്നല്ല, ഉണ്ട്. ഇപ്പോഴും നമ്മുടെ അടുത്തുള്ള വീട്ടുകാരുമായിട്ടൊക്കെ വളരെ സ്നേഹത്തിൽ കഴിയുന്ന ആൾക്കാരൊക്കെ തന്നെയാണ്. എന്ത് ആപത്ത് വന്നാലും അവരൊക്കെ ഓടി വരുന്നുണ്ട്. അത് ഈ തലമുറയോടുകൂടി അത് അവസാനിക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു വിഷമം, വേറൊന്നുമല്ല. പിന്നെ കുട്ടികളെല്ലാം വിദേശങ്ങളിലും അവിടെ ഇവിടെയൊക്കെ ആയതുകൊണ്ട് അവർക്ക് അതിലൊന്നും വലിയ കാര്യങ്ങളും ഇല്ല. വല്ലപ്പോഴും കാണുമ്പോഴുള്ള ഒരു സ്നേഹം, ചിരിക്കും, അത്രയൊക്കെ ഉള്ളൂ. ഞാൻ പറയുന്നത് അകന്നു കിടക്കുന്ന ബന്ധുവിനേക്കാളും അടുത്തുള്ള അയൽപ്പക്കമാണ് നമുക്ക് ഏറ്റവും അത്യാവശ്യം വേണ്ടത്. കാരണം എന്താവശ്യം വന്നാലും അകന്നു കിടക്കുന്ന ബന്ധു വരുന്നതിനേക്കാളും ഏറ്റവും മുമ്പേ ഓടിയെത്തുന്നത് അയൽപ്പക്കത്തുള്ളവരായിരിക്കും. അതുകൊണ്ട് അയൽപ്പക്കക്കാരോട് നല്ല സൗഹൃദം സൂക്ഷിക്കുക.
ഒരു ഇച്ചിരി ചെറിയൊരു മാവിൻ്റെയോ അല്ലെങ്കിൽ ഒരു അതിര് തർക്കത്തിൻ്റെയോ മാവിൻ്റെ ഇല ഇങ്ങോട്ട് വീണെന്നോ അങ്ങോട്ട് വീണെന്നോ ഒക്കെ പറഞ്ഞ് വഴക്കുണ്ടാക്കി അയൽപ്പക്കക്കാരുമായിട്ടൊന്നും വെറുപ്പൊന്നും സൂക്ഷിക്കാതിരിക്കുക. അവരുമായിട്ട് നല്ല സൗഹൃദത്തിൽ ഇടപെടുക. എന്താപത്ത് വന്നാലും ആദ്യം ഓടിയെത്തുന്നത് അയൽപ്പക്കത്തുള്ളവരായിരിക്കും എന്നുള്ള സത്യം മനസ്സിലാക്കി വേണം എല്ലാവരും ജീവിക്കുന്നതിന്. ഇത്രയൊക്കെ എനിക്ക് പറയാനുള്ളൂ. ഇതിലെന്തെങ്കിലും കമൻസൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എഴുതണം. തൽക്കാലം നിർത്തുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.